ശരി, നമുക്ക് കോഴിക്കോട്ടേക്ക് പോകാം. രാഹുൽ കെ ഉണ്ട്. രാഹുൽ, നേരത്തെ അവിടെ അർജന്റീനയുടെ നീളക്കൊടി 80 അടി എന്ന് പറഞ്ഞു, 20 അടി ഞാൻ തള്ളിയതാണെന്ന് പറയുന്നു, പിന്നെ 80 മീറ്ററാണെന്ന് പറയുന്നു. അങ്ങനെ രസകരമായ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിരുന്നു. രാത്രിയിൽ എങ്ങനെയാണ് ഫാൻസ് ഈ ഒരു നിമിഷത്തിനായി കാത്തിരിക്കുന്നത്? ദിവിഷ്, ഇപ്പോൾ നമ്മൾ പുതിയ പാലം ബിഗ് സ്ക്രീനിൽ, അതായത് മത്സരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആരാധകർക്കിടയിൽ നിന്നാണ് തത്സമയം റിപ്പോർട്ട് ചെയ്യുന്നത്. ഗാലറി നോക്കുക, ഇപ്പോൾ തന്നെ നിറഞ്ഞു കഴിഞ്ഞു. പതിപോലെ തന്നെ അർജന്റീന ആരാധകരാണ് കൂടുതലായി ഉള്ളത്. ഇടയ്ക്കൊക്കെയായിട്ട് സ്പെയിൻ്റെ ആരാധകരുണ്ട്. അവരൊക്കെ ആദ്യമേ തന്നെ കയറി സ്ഥലം പിടിച്ചതാണ്. അതായത് ഇവിടെ ഉൾക്കൊള്ളാൻ കഴിയുന്നതിലധികം ആരാധകർ കളി കാണാൻ വേണ്ടി ലക്ഷ്യമിട്ടുകൊണ്ട് ഇതിനകം തന്നെ വന്നു. പക്ഷേ അത്രയും ആളുകളെ അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ കഴിയില്ല. അതിൻ്റെ നിരാശയിൽ കുറച്ചുപേർ പുറത്തൊക്കെ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അതിൽ വലിയ ആവേശം തന്നെയാണ്. അർജന്റീനക്കാർ ഇത്ര ആയതുകൊണ്ട് അർജന്റീനയെ സംബന്ധിച്ച് എത്ര നല്ല മുഹൂർത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഗാലറി ഇങ്ങനെ ഒരു നീലക്കടലായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിപ്പോൾ അർജന്റീന എത്ര ഗോളിന് ജയിക്കുന്ന പ്രതീക്ഷയിലാണ് നിങ്ങൾ? 3 ഗോളിന് പ്രതീക്ഷയില്ല. 3-2 പ്രവചനം അല്ലേ? ആയിക്കോട്ടെ, മെസ്സി 2 അടിക്കണം. ഗോൾഡൻ ബൂട്ട് വേണം. അതെ, അതാണ് പ്രതീക്ഷ. 2 പ്രാവശ്യം 2 സീറ്റിൽ പൊട്ടി, മീൻസ് കിട്ടിയില്ല. അപ്പോൾ ഈ പ്രാവശ്യമെങ്കിലും ഒരു പ്രതീക്ഷ കിട്ടണം എന്നാണ്. ഇപ്പോൾ തന്നെയായിട്ട് നമ്മുടെ മാതൃഭൂമി പത്രത്തിൻ്റെ തന്നെ കഴിഞ്ഞ വേൾഡ് കപ്പിലുള്ള മെസ്സിയുടെ ചിത്രവുമായി രണ്ടുപേരും കൂടി ഇരുന്നിട്ടുണ്ട്. മെസ്സിയോടുള്ള ആരാധനയാണോ? ഫാമിലി അത്ര ആരാധനയാണോ? മെസ്സി എനിക്കിഷ്ടപ്പെട്ട കളിക്കാരനാണ്. പിന്നെ എൻ്റെ അച്ഛൻ കളിക്കാരനായിരുന്നു, ഭർത്താവ് കളിക്കുന്നതാണ്, മകൻ ഇപ്പോൾ കളിക്കുന്നുണ്ട്. അവൻ റിപ്പോർട്ടർ TV-യിലൊക്കെ അവൻ്റെ ന്യൂസൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ 2022 അന്ന് മാതൃഭൂമി പേപ്പറിൽ ഫസ്റ്റ് വന്ന ലോകകപ്പ് കിരീടം അന്ന് തന്നെ പോയിട്ട് ഫ്രെയിം ചെയ്ത് വെച്ചിട്ട് ഞാൻ 4 വർഷം കഴിഞ്ഞാൽ അർജന്റീന ടീം ഫൈനൽ വരുന്നു പ്രവചിച്ചിട്ട് അത് കളി കാണാൻ വേണ്ടിയിട്ട് ഞാൻ കൊയിലാണ്ടിയിൽ നിന്ന് ഇവിടെ വന്നതാണ്. മെസ്സിയുടെ ഫോട്ടോ വെച്ച് കൊയിലാണ്ടിയിൽ നിന്ന് വന്നതാണ് കളി കാണാൻ വേണ്ടി. അപ്പം ഞാൻ അർജന്റീന കപ്പടിക്കണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. കപ്പടിക്കും, അത് തന്നെയാണ് ആഗ്രഹം. ഒരു ഫാമിലി മൊത്തം ഫുട്ബോൾ പ്ലെയറാണ്. പക്ഷേ ഞാൻ പ്രണയിക്കുന്നത് ഫുട്ബോളിനെയാണ്. കാരണം ഫുട്ബോളിനെ പ്രണയിച്ചിട്ട് ഫുട്ബോൾ കളിക്കുന്ന ഒരാളെ തേടിയിട്ട് കല്യാണം കഴിച്ച ആളാണ് ഞാൻ. ഫുട്ബോൾ കളിക്കാൻ എൻ്റെ പേരെന്താ? സന്തോഷ് കുമാർ. ഇപ്പോൾ മോൻ്റെ വീഡിയോ ഒക്കെ ഇതിനകത്തുണ്ട്. മെസ്സി ഏതായാലും ഹൃദയത്തിലാണല്ലേ? മെസ്സി ഹൃദയത്തിലാണ്. അതെ. എന്താവും ഇന്നെന്താവും? ജയിക്കും. ഉറപ്പാ? ടെൻഷനുണ്ടോ? പിന്നെ ടെൻഷൻ കഴിഞ്ഞ സെമിയിലൊക്കെ ആണെങ്കിലും അവസാന നിമിഷം ത്രില്ലറിലൂടെയാണ് ജയിച്ചു വന്നത്. ഇന്നും അങ്ങനെ ലാസ്റ്റത്തേക്കൊക്കെ ആയി പോവോ? ഇതിന് വലിയ ആവശ്യത്തോടു കൂടി കാത്തിരിക്കുകയാണ്. എന്താ ഫലം പ്രതീക്ഷിക്കുന്നത്? എന്തായാലും അർജന്റീന കപ്പ് തൂക്കുന്നുള്ള കാര്യം 100% ഷുവറാണ്. കഴിഞ്ഞ പ്രാവശ്യം മെസ്സി ഗോൾ അടിച്ചില്ലാതെ സങ്കടം മാത്രമേ ഉള്ളൂ. പക്ഷെ ഇപ്രാവശ്യം അതൊക്കെ തിരുത്തി എഴുതുന്ന ഉറപ്പുണ്ട്. വാമോസ് അർജന്റീന. ഇന്നത്തെ മാച്ച് അൺപ്രഡിക്റ്റബിൾ. സ്പെയിൻ ഒട്ടും മോശമൊന്നുമല്ല, അർജന്റീന അതൊരു മോശമല്ല. ഞാനൊരു നടുക്കടലിലാണ് നിൽക്കുന്നത്. സ്പെയിൻ അർജന്റീന വേഴ്സസ് നല്ല ഹാപ്പിയാണ്, നല്ല എക്സൈറ്റഡ് ആണ് ഇന്നത്തെ മാച്ച് കാണാൻ. അതുതന്നെ മറ്റൊരു ആരാധികയാണ്. സ്പെയിൻ കരുത്തരായ ടീമാണ് എന്നാണ് ആ ആരാധിക ഏതായാലും പറയുകയും ചെയ്തത്. എന്താവും, എങ്ങനെയാവും? വിശ്വാസം ഉണ്ട്, അർജന്റീനയാണ് മുന്നിൽ. ജയിക്കുന്ന അടിച്ചിരിക്കും. കപ്പടിക്കോ? ടെൻഷനുണ്ടോ? എത്ര ഗോളിന് ജയിക്കുന്നതാണ് അറിയില്ല. ശരി രാഹുലെ, ഞാൻ തിരികെ എത്താം.